പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയുടെ മൂർക്കനാട് ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ മൂർക്കനാട് ജനകീയ കൂട്ടായ്മ രംഗത്ത്. ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും നഗരസഭയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവുമായ കരുവന്നൂർ പുഴയുടെ തീരത്ത് എല്ലാ വർഷവും വെള്ളം കയറുന്ന സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കുന്നത് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ നസീമ കുഞ്ഞുമോൻ, റെനിൻ പൊയ്യാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഴക്കാലങ്ങളിൽ സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലത്ത് ഡോഗ് ഷെൽട്ടർ സ്ഥാപിക്കുന്നത് മൃഗങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. വെള്ളക്കെട്ട് മൂലം രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രദേശത്തെ ജലസ്രോതസ്സുകളും പ്രകൃതി സംവിധാനങ്ങളും മലിനമാകുന്നത് മാത്രമല്ല, ഇവിടെ നിന്നും ഒഴുകിവരുന്ന ജലം തൃശൂർ ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സായ കരുവന്നൂർ പുഴയിലേക്കാണ് എത്തിച്ചേരുകയെന്നും ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലയിൽ നിന്നും അകലെയുള്ള ഉയർന്നതും സുരക്ഷിതവുമായ സ്ഥലങ്ങൾ കണ്ടെത്തി വേണം പദ്ധതി നടപ്പിലാക്കാനെന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായ മോഹൻലാൽ പൊയ്യാറ, ബഷീർ മാളിയക്കൽ, അബ്ദുൾ കബീർ, സുദീപ സന്ദീഷ്, ഗോപാലകൃഷ്ണൻ തച്ചിലത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. മൂർക്കനാട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ മൂർക്കനാട് ഒരു ഡോഗ് ഷെഡ് വരുന്നതിനെ പറ്റിയാണ് നമുക്കൊരു ആശങ്കയുള്ളത്. അത് പ്രധാനമായിട്ടും മൂർക്കനാടെന്ന് പറഞ്ഞ സ്ഥലം ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. കാരണം മെയ് മാസം തുടങ്ങി പലപ്പോഴും ക്യാമ്പ് ആരംഭിക്കുന്ന ഒരു ഘട്ടം വരാറുണ്ട്. അപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും വെള്ളം കയറുന്ന, അതിൽ ഏറ്റവും ആദ്യം ക്യാമ്പിലേക്ക് മാറുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ഈ ഡോഗ് ഷെഡിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പരിസരത്തുള്ളവരാണ്. അതിനേക്കാൾ ഉപരി ഒപ്പം തന്നെ നമ്മൾ ഗുരുവായൂർ, ചാവക്കാട് മുതലായ സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന നമ്മുടെ കരുവന്നൂർ പുഴയും നമ്മുടെ ഇരിങ്ങാലക്കുട ഉണ്ട്. ഇരിങ്ങാലക്കുടയും കാട്ടൂർ അതേപോലുള്ള പ്രദേശം, ഞാൻ ഏറ്റവും അകലമുള്ളൊരു പ്രദേശം പറഞ്ഞതാണ് ഗുരുവായൂർ വരെ നമ്മളുടെ കുടിവെള്ളം കൊണ്ടുപോകുന്ന പദ്ധതികളും നമ്മളുടെ കരുവന്നൂർ പുഴയോട് ചേർന്നുണ്ട്. ഈ കരുവന്നൂർ പുഴയുടെ എന്താ പറയുക, ഒരു 200 മീറ്ററെങ്കിലും അകലെയാണ് ഈ ഡോഗ് ഷെഡിന് പറഞ്ഞ് നമുക്ക് ഈ സ്ഥലം ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും മൂർക്കനാടിൻ്റെ താഴ്ന്ന പ്രദേശമാണ്. ഒപ്പം തന്നെ ഇരിങ്ങാലക്കുടയുടെ തന്നെ താഴ്ന്ന പ്രദേശം ആണ്. അപ്പോൾ പുഴയിലും താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വരുന്ന മാലിന്യങ്ങൾ മുഴുവനും പുഴയിലേക്ക് ലീക്ക് വരാനും കൈത്തോടുകൾ വഴി പുഴയിലേക്ക് ഒഴുകി പോകാനും, ഇപ്പോൾ അതിന് തൊട്ടടുത്താണ് നീരൊരുത്തോടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നീരൊരുത്തോട്ടിൽ കൂടി ഈ വെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശാന്തി സദനത്തിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA റിയാസുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി VM അബ്ദുള്ള, വൈസ് പ്രസിഡന്റ് CP അബ്ദുൾ കരീം, അഡ്വക്കേറ്റ് ഷൈജോ ഹസൻ, മുജീബ് റഹ്മാൻ, CM ജോസ്, സുധീർ, KO ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ എന്ന് നമ്മുടെ ഈ അമ്മമാരുടെ ഈ ഭവനത്തിൽ അവർക്ക് ഒരു സ്നേഹ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ സ്നേഹ വിരുന്ന് ഒരുക്കിയതിൻ്റെ കാരണം പ്രിയപ്പെട്ട റിയാസുദ്ദീൻ പറഞ്ഞു. എൻ്റെ വിജയത്തിലുള്ള ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തിന് സന്തോഷം പ്രകടിപ്പിക്കാൻ, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് പ്രകടിപ്പിക്കാനൊക്കെ തന്നെയും അങ്ങനെ വൈവിധ്യങ്ങളാകുന്ന ആ സന്തോഷ പ്രതികരണങ്ങൾ അത് എവിടെ വച്ചായിരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആലോചിച്ചപ്പോൾ ഈ ഒരു സ്നേഹക്കൂടാരത്തിലായിരിക്കണമെന്ന് അവർ തീരുമാനിക്കുക. സ്നേഹക്കൂടാരം എന്ന് പറയുന്നത് ഏറ്റവും നിർമ്മലമായ മനസ്സുള്ള അമ്മമാരുടെ ഈ കൂട്ടായ്മയിൽ എന്നാണ് അവരെടുത്ത ഒരു തീരുമാനം. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ അമ്മമാരുടെ ഈ സങ്കേതത്തിൽ വരികയും
അമ്മമാരോട് ഒരുമിച്ച് ഈ സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. KSFE-യുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പദ്ധതി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജിജി പ്രവീൺ കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS അനീഷ്, നൂറ റിയാസ്, ബഷീർ VA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂലി ബെന്നി, ശ്രീലത തിലകൻ, CL ജോയ്, രശ്മി പ്രമേഷ്, അംബിക ഷാജി, രാധിക സുരേഷ്, ജൂലിയസ് ആന്റണി, ഹൈദ്രോസ് AS, ലിൻസി വിൻസൻ, ജയ്ഹിന്ദ് രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NB പവിത്രൻ, രജനി നന്ദകുമാർ, അംബുജ രാജൻ, അജയൻ തറയിൽ, പ്രസീന സജയൻ എന്നിവർ പങ്കെടുത്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വിംഗ് കൺവീനർ വിനിത സെന്റിൽ, ജനറൽ കൺവീനർ ഷിബിൻ മുല്ലശ്ശേരി, ഷാജിൻ ചക്കാലക്കൽ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ലൈജു വർഗീസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ബിബിൻ രവി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഭാരവാഹികളായ ലിയോ താണിശ്ശേരിക്കാരൻ പ്രസിഡന്റ്, ലൈജു വർഗീസ് സെക്രട്ടറി, ബിബിൻ രവി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ പേര് 2003 കോമ്പാറ ലെജൻസ് എന്ന് പറഞ്ഞിട്ട് ടീം ലെജൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പേരിൽ ഒരു ക്ലബ്ബ് തുടങ്ങിയിരുന്നു. പിന്നീട് അത് നിലച്ചുപോയി. ലെജൻസ് എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിലെ ഇതിഹാസങ്ങളാണ് ഈ പറയുന്ന 20 ആളും. ചരിത്രം രചിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഇന്റർനാഷണൽ ക്ലബ്ബുകളും ഇരിഞ്ഞാലക്കുട ഉണ്ടെങ്കിലും ടീം ലെജൻസ് അസൂയപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് വരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഷാജിമായി പറഞ്ഞാണോ, ഏത് ഇന്റർനാഷണൽ ക്ലബ്ബ് ഒരു 5 ലക്ഷത്തിന് താഴെയുള്ള പ്രവർത്തനം ചെയ്യുള്ളൂ. അവിടെ 15 ലക്ഷം എന്ന് പറഞ്ഞാൽ 20 ആളടങ്ങുന്ന ഒരു സംഘടന ചെയ്യാവുന്നത് അസൂയാവാറമാണ്. ഞങ്ങൾ നിങ്ങളെ മാതൃകയായിട്ട് അനുകരിക്കുകയാണ്. ഞാൻ 2 ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇരിഞ്ഞാലക്കുട JCAയിലും അതേപോലെ ഇരിഞ്ഞാലക്കുട ടൗൺ ലൈൻസിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിക്കോട്ടെ, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ മുന്നിട്ട് നിന്നുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിലെ മറ്റു ക്ലബ്ബുകൾക്ക് മാതൃകാപരമായിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ക്ലബ് എന്ന നിലയിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക. നേരത്തെ നടന്ന ഈ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിയോ ആയിക്കോട്ടെ, ലൈജു ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ബിബി ദേവി നല്ല രീതിയിൽ കണക്ക് അവതരിപ്പിച്ചു, നല്ല രീതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ ചിട്ടയോടുകൂടി പോകുന്നു എന്നറിയുന്നതിൽ അധികം സന്തോഷമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട BRCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. LP, UP, ഹൈസ്കൂൾ അധ്യാപകർക്കാണ് പരിശീലനം. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ, BRC ഹാൾ എന്നിവിടങ്ങളിലായി നടക്കുന്ന പരിശീലനം മെയ് 26-ന് സമാപിക്കും. 500-ലധികം അധ്യാപകർ പങ്കെടുക്കുന്ന പരിശീലനത്തിന് BPC സത്യപാലൻ KR, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജീവ് MR എന്നിവർ നേതൃത്വം നൽകി. Yes, individual activities can be done in the classroom. So all particular group or a particular child they are coming. Yeah, 4ാം ക്ലാസ്സിലെ കുട്ടികളെ അത് പരിശീലിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ ഒരു കുറവ് എന്താ സംഭവിക്കണേ?
4ാം ക്ലാസ്സിലെ ടീച്ചർമാരും പഠിച്ചു വരുന്നത്. ഈ വർഷം കൂടി നമ്മൾ ഒന്ന് എഫർട്ട് എടുക്കുമാരെ സൃഷ്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളും ചിന്തകാരിമാരെയും ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഗണിതത്തിൽ ഇത്ര നാളും പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ രസകരമായി കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കാനും ഗണിതം ഒരു പാൽപായസത്തിൽ മാറ്റാനും നമുക്ക് സാധിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ റിസൾട്ട് എടുത്ത് നോക്കിയാലും ഗണിതത്തിൽ അത്യാവശ്യം കുട്ടികളെല്ലാവരും പാസ്സാവാൻ മാത്രമല്ല നല്ല ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. പണ്ട് ഗണിതത്തിനെ ഒരു ഭീകര ജീവിയായിട്ട് അവതരിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് നമ്മളെ ഇഷ്ടമായിട്ടുണ്ട്. ഗണിതാധ്യാപകരെ ഭയങ്കര എഴുതി ഇപ്പോൾ കേൾക്കാൻ ഇഷ്ടം. ശരിയല്ലേ? എന്നെ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടം നിങ്ങളല്ലേ? അപ്പോൾ നമുക്ക് എന്നാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം പറയാം. KCF 2023 അനുസരിച്ചിട്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സമീപനം എന്താണ് ഇതിന്റെ സമീപനം? ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.